സോ വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ ഹെഡ് ഇഞ്ചുറിയാണ്. നമ്മുടെ തലയ്ക്ക് ഇഞ്ചുറി സംഭവിക്കാമോ? പറ്റുമല്ലേ? നമ്മളൊന്ന് കളിക്കാൻ പോകുന്ന സമയത്ത് അവിടെ വീഴുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ ചെറിയ ലാസറേഷൻസ് ഒക്കെ വരും. മീൻസ് ഒരു അബ്രേഷൻസ് വരാം. പിന്നെ വീഴുന്നത് വഴി ലാസറേഷൻസ് ഒക്കെ സംഭവിക്കാം. പിന്നെ ഈവൻ ഒരു ചെറിയൊരു ലാസറേഷൻ മുതൽ നമ്മുടെ കോൺഷ്യസ്നെസ് നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജ് വരയിലോട്ട് നീങ്ങുന്ന ഹെഡ് ഇഞ്ചുറി വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കാം. സോ ട്രോമാറ്റിക് ഹെഡ് ഇഞ്ചുറി എന്ന് വെച്ചാൽ പുറമേ നിന്നുള്ള ഒരു എക്സ്റ്റേണൽ മെക്കാനിക്കൽ ഫോഴ്സ് കാരണം നമ്മളുടെ നോൺ ഡീജനറേറ്റീവ് അല്ലെങ്കിൽ നോൺ കൺജനൈറ്റൽ ഇൻസൾട്ട് ടു ദ ബ്രെയിൻ റിസൾട്ടിങ് ഇൻ ദ പെർമനൻറ്റ് അഥവാ ടെമ്പററി ഡാമേജ് ഓഫ് ദ ബ്രെയിൻ. ഓക്കെ, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് കാരണം എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം എന്ത് സംഭവിക്കും? കോസസ് നോൺ ഡീജനറേറ്റീവ് നോൺ കൺജനൈറ്റൽ ഇൻസൾട്ട് ടു ദ ബ്രെയിൻ വിച്ച് റിസൾട്ട്സ് ഇൻ ദ ടെമ്പററി ഓർ പെർമനൻറ്റ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. ഇത് എന്താ കാരണങ്ങൾ കൊണ്ടായിരിക്കും വരുന്നത്? വീഴുന്നതൊരു കാരണമാണ്. പിന്നെ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻസ്, മീൻസ് വന്ന് ഇടിക്കുന്ന സമയത്ത് അതിനകത്തിരിക്കുന്ന ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ലേ അത്. പിന്നെ കളിക്കാൻ പോകുന്ന സ്പോർട്സ്, പിന്നെ ഈ കോമ്പറ്റീഷനൊക്കെ നടത്തൂലേ, ഇപ്പോൾ കരാട്ടെ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് ജിമ്മന്മാരൊക്കെ വന്ന് ഇങ്ങനെ കോമ്പറ്റീഷനൊക്കെ ചെയ്യില്ലേ. അപ്പോൾ ഇവരാണെങ്കിൽ ഒരാളുടെ തലയ്ക്ക് ഇടിച്ചു കൊടുക്കുക. കയ്യിൽ വല്ല മോതിരം കിടക്കണമെങ്കിലോ സ്പോർട്സ് അങ്ങനെ വരാം. പിന്നെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കളിക്കുന്ന സമയത്ത് ഇപ്പോൾ തന്നെ ബാസ്കറ്റ്ബോൾ ഫുട്ബോളൊക്കെ കളിക്കുന്ന സമയത്തും വന്ന് വീഴുമ്പോൾ തല ഇടിച്ച് വീഴുന്ന തല പൊട്ടുന്നെങ്കിൽ അങ്ങനെ വരാം. പിന്നെ ഗൺ ഷോട്ട് തലയിലാണ് വെടിവെക്കുന്നതെങ്കിലൊക്കെ വരാം. ഇനി ഇൻസിഡൻസ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് 75 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ്. അതെന്താ അങ്ങനെ? ബിക്കോസ് അവരല്ലേ കൂടുതൽ വീഴാനുള്ള സാധ്യത ഉള്ളവർ. വീഴുമ്പോഴത്തേക്കും തല ഇടിച്ചു വീഴാം, അങ്ങനെ ഹെഡ് ഇഞ്ചുറി സംഭവിക്കാം. സോ ഇതൊക്കെയാണ്. മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻ്റ് ആണ് ഒരു ലീഡിങ് ആയിട്ടുള്ള കോസാണ് നമ്മളിപ്പം പറയുന്നത്. ദെൻ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ഒരു 44% ആണെങ്കിൽ ഫോള് തന്നെ ഒരു 26% വരുന്നുണ്ട്. ബാക്കിയുള്ള റീസൺസ് 13% ഉണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലൊരു ഔട്ട്കം ഒന്നുമല്ല. കാരണം തലയ്ക്കാണ് ഇഞ്ചറി സംഭവിച്ചത്, നമ്മുടെ തലയിൽ തന്നെ ഒരുപാട് പാർട്ടുണ്ട്, അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ശരിക്കും ഒരാൾ മരിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാം. ഡെത്ത് 3 പോയിന്റിലാണ് ഉണ്ടാകുന്നത്. ഒന്നെങ്കിൽ ആ ഒരു ഹെഡ് ഇഞ്ചുറി സംഭവിച്ച് അപ്പം തന്നെ മരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ആ ഹെഡ് ഇഞ്ചുറി സംഭവിച്ചിട്ട് 2 മണിക്കൂറിനുള്ളിൽ മരിക്കും. മൂന്നാമത്തെ കേസിൽ ആ ഇഞ്ചറി സംഭവിച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു ക്ലയൻറ്റ് മരിക്കുന്നത്. അതെന്താ 3 പോയിൻ്റൊക്കെ? ബിക്കോസ് ഇപ്പം 2 ആഴ്ച കഴിഞ്ഞ് മരിച്ചു പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പം ചെറിയ ബ്ലഡ് വെസൽസിനാണ് ഇതിന് ബ്രേക്ക് സംഭവിച്ചതെങ്കിൽ അല്ലെങ്കിൽ ഡാമേജ് സംഭവിച്ചെങ്കിൽ ആ ബ്ലഡ് വെസലിൽ നിന്ന് ലീക്കായി പതുക്കെ പോവുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ സംഭവിക്കാം. ഓക്കെ, ഈ 3 പോയിന്റിലാണ് ഒരാൾക്ക് ഡെത്ത് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഈ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറിയെ ക്ലാസിഫൈ ചെയ്യാം. അതിന് പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സിവിയാരിറ്റി, പത്തോളജി, അതിൻ്റെ മെക്കാനിസം ആൻഡ് ഈവൻ എങ്ങനെയാണ് ആ ഇഞ്ചുറി ക്യാപ്ചർ ആവുന്നതിനെ ബേസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെയാണ് കോസറ്റീവ് ഫോഴ്സ്. കോസറ്റീവ് ഫോഴ്സ് 2 എണ്ണം ഉണ്ട്. ക്ലോസ്ഡ് ഉണ്ട്, ഓപ്പണും ഉണ്ട്. ഓക്കെ, ക്ലോസ്ഡ് മുറിവ് നമ്മൾ ബോൺ ഫ്രാക്ചർ പഠിച്ചപ്പം ഓപ്പണും ഉണ്ടായിരുന്നു, ക്ലോസ്ഡ് ഉണ്ടായിരുന്നു. ക്ലോസ്ഡ് അകത്ത്, ഓപ്പൺ എന്ന് പറയുന്നത് ഇങ്ങനെ തുറന്ന് വരും. ഈ എല്ലൊക്കെ പുറമേ തള്ളി പുറത്തോട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്. അങ്ങനെ സിവിയാരിറ്റി ആണെങ്കിൽ നമുക്ക് 3 എണ്ണം പറയാം. ഒന്ന് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ കാര്യം പറയാം. പിന്നെ PSA, പോസ്റ്റ് അംനേഷ്യ, അതായത് നമുക്കൊരു പോസ്റ്റ് ട്രോമാറ്റിക് അംനേഷ്യ, നമുക്ക് ഒരു ട്രോമ സംഭവിച്ചു അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻറ്റിന് എന്തെങ്കിലും തരത്തിലുള്ളൊരു റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ആണ്. നമ്മളൊരു പേഷ്യൻറ്റിനെ കണ്ടു. പേഷ്യൻ്റ് പറയും, ഞാൻ ഇവിടെ വന്നത് വരെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഇടിക്കുന്നത് വരെ ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ ഇടിക്കുന്നത്
ആ ഒരു ഇടിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് മാത്രമായിട്ട് അവർ മറന്നു പോകുന്നതായിരിക്കും. അതാണ് പോസ്റ്റ് ട്രോമാറ്റിക് അംനീഷ്യ. ട്രോമയ്ക്ക് ശേഷം മറന്നു പോവുക. അടുത്തത് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. ഓക്കെ, ഇനി മൈൽഡ് ആണെന്നുണ്ടെങ്കിൽ ജി സി എസ് സ്കോറ് 13 to 15 ആയിരിക്കും. ഓക്കെ, 13 to 15. ഇനി PTA വരുമ്പോഴത്തേക്കും ഒരു ദിവസത്തിന് അംനീഷ്യ ഒരു ദിവസത്തിൽ കുറവായിരിക്കും. ലോസ് ഓഫ് കോൺഷ്യസ്നെസ്സോ ഒരു 30 മിനിറ്റത്തേക്ക് മാത്രമേ പേഷ്യൻ്റ് കോൺഷ്യസ് അല്ലാതെ ഇരിക്കത്തുള്ളൂ. അടുത്തയാണ് GCSൽ മോഡറേറ്റ് ആണെന്നുണ്ടെങ്കിൽ GCSലൊരു 9 മുതൽ 12 വരെയാണ്. PTA വരുമ്പോഴത്തേക്കും ഒന്നിനെക്കാട്ടും കൂടുതലും 7-നെക്കാട്ടും കുറവ് ദിവസങ്ങൾ. ആൻഡ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് 3 മണിക്കൂറിൽ കൂടുതലും 24 മണിക്കൂറിന് താഴെയായിട്ട് പറയുന്നുണ്ട്. സിവിയാരിറ്റി പറയുമ്പോഴത്തേക്കും മൈൽഡിനകത്ത് GCS സ്കോറാണെങ്കിൽ സിവിയർ ആകുമ്പോഴത്തേക്കും GCS സ്കോർ എത്ര വരും? ഒരു 3 to 8 വരും. ദെൻ PTA വരുമ്പം 7 ദിവസത്തിൽ കൂടുതലായിരിക്കും. ആൻഡ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് 24 മണിക്കൂറിൽ കൂടുതലായിരിക്കും. സോ GCS സ്കോറുണ്ട്, PTA ഉണ്ട്, LOC ഉണ്ട്. 13 to 15 GCS ആണെങ്കിൽ 13 to 15, 13 to 15 വരാം. ദെൻ 9 to 12, പിന്നെ ഒരു 3 to 8 വരെയുള്ളതാണ്. പിന്നെ PTA പോസ്റ്റ് ട്രോമാറ്റിക് അംനീഷ്യ ഒരു ദിവസത്തിന് താഴെ. അടുത്തത് 1 to 7 ദിവസം. മൂന്നാമത്തത് 7 ദിവസത്തിൽ കൂടുതൽ ഉണ്ടായിരിക്കും. ഇനി ലോസ് ഓഫ് കോൺഷ്യസ്നെസ് 30 മിനിറ്റ്, 30 to 24 മണിക്കൂർ, 30 മിനിറ്റ് to 24 മണിക്കൂർ, പിന്നെ 24 മണിക്കൂറിൽ കൂടുതൽ. ഓക്കെ, ഇനി ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ ദ പത്തോളജി. നേരത്തെ നമ്മൾ ഓപ്പണും ക്ലോസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞു അല്ലേ? അപ്പം പിന്നെ നമ്മളെ LOCയും PTAയും GCS ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇനി പത്തോളജിക്കൽ ഇഞ്ചുറീസിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഒന്ന് എക്സ്ട്രാ ആക്സിയൽ. അതായത് ഇത് എക്സ്ട്രാ ആക്സിയൽ എന്ന് പറയുന്നത് സ്കള്ളിൽ തന്നെയാണ് ഉണ്ടാവുന്നത് എക്സ്ട്രാ ആക്സിയൽ, പക്ഷേ ബ്രെയിന് ഔട്ടായിട്ടാണ്. എക്സ്ട്രാ ആക്സിയൽ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഇൻട്രയുണ്ട് എക്സ്ട്രയുണ്ട്. ഇൻട്ര എന്ന് പറയുന്നത് ബ്രെയിൻ ടിഷ്യൂസിലാണെങ്കിൽ എക്സ്ട്രാ ആക്സിയൽ എന്ന് പറയുമ്പോഴത്തേക്കും ഔട്ട്സൈഡ് ദ സ്കള്ളാണ് വരുന്നത്. ഇനി കൺക്യൂഷൻസ് എന്ന് വെച്ചാൽ റിട്രോഗ്രേഡ് അംനീഷ്യ ഒന്നും ഓർമ്മയില്ല. റിട്രോഗ്രേഡ് അംനീഷ്യ എന്ന് വെച്ചാൽ ഇപ്പം കൺക്യൂഷൻസിനകത്ത് വരുന്നത് ഹെഡ് ഇഞ്ചുറി ഒരു 15 മിനിറ്റ്, ഹെഡ് ട്രോമയാണ്. അത് നമ്മുടെ കോൺഷ്യസ്നെസ് ഒരു 15 മിനിറ്റോളം നമ്മൾ കോൺഷ്യസ് ആയിരിക്കില്ല. ആൻഡ് ദിസ് കോസസ് റിട്രോഗ്രേഡ് അംനീഷ്യ. അതെന്താണ് റിട്രോഗ്രേഡ് അംനീഷ്യ? നമുക്ക് പണ്ട് നടന്ന ഒരു കാര്യവും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ഇപ്പം റീസെൻ്റ്ലി നടന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്യും. എൻ്റെ പേര് ഇന്നതാണ്, ഈ ബുക്ക് എന്ന് പറയുന്നത് ഇതൊരു ബുക്കാണ്, ഇതൊരു പേനയാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ പുതിയതായിട്ട് ആ ഒരു വ്യക്തി പഠിക്കും. പക്ഷെ പണ്ടത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവൂല. ഓക്കെ, ഇനി ഇവിടെ തന്നെ പ്രത്യേകിച്ച് സ്കള്ളിൽ അല്ലെങ്കിൽ ഡ്യൂറാമാറ്ററിൽ വലിയ ബ്രേക്കൊന്നും ഇല്ല. അതേപോലെ തന്നെ CT സ്കാൻ എടുക്കുമ്പോഴും MRI സ്കാൻ എടുക്കുമ്പോഴും വലിയ ചേഞ്ചസ് ഒന്നും നോട്ടീസബിൾ അല്ല. അപ്പം തന്നെ നമ്മളൊരു തേങ്ങ എടുക്കാം, കൊട്ട തേങ്ങ എടുക്കുമ്പോഴത്തേക്ക് നമ്മളിന്ന് കുലുക്കി നോക്കുമ്പോൾ തേങ്ങയുടെ അകം കുലുങ്ങൂലേ? അതായത് ആ ഒരു കൊട്ട തേങ്ങയുടെ ആ ഒരു അകത്തെ സാധനം ഇങ്ങനെ കുലുങ്ങും. നോർമലി നല്ല തേങ്ങയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ കുലുങ്ങൂല, ഇങ്ങനെ കൊട്ട തേങ്ങ ഇങ്ങനെ കുലുങ്ങൂലേ? അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ അകത്താണ് ഇഞ്ചുറി, അതുപോലെ ബ്രെയിൻ ഇങ്ങനെ കിടന്ന് കുലുങ്ങുക. അടുത്തയാണ് കൺട്യൂഷൻസ്, നമ്മുടെ ബ്രെയിൻ ടിഷ്യൂസിൽ തന്നെ ഡാമേജ് കോസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരുപാട് ടൈപ്പ് ഓഫ് ഹെഡ് ഇഞ്ചുറീസ് ഉണ്ട്. ഒന്നാമത്തെയാണ് സ്കാൽപ്പ് ലാസറേഷൻ. ഇതാണ് ഏറ്റവും മോസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു മൈനർ ഇഞ്ചുറി. നമ്മളൊന്ന് കളിക്കാൻ പോയി, നമ്മൾ കൊച്ചു പിള്ളേരെ കളിക്കാൻ പോണ സമയത്ത്
ഇവിടെയൊക്കെ മുറിഞ്ഞുകൊണ്ട് വരും, ഇവിടെയൊക്കെ മുറിഞ്ഞുകൊണ്ട് വരും. ജസ്റ്റ് ഇങ്ങനെ കളിച്ച് അങ്ങനെ സ്കാൽപ്പൊക്കെ മുറിയുന്നതാണ്. പക്ഷേ ഒരു മേജറായിട്ടുള്ളൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫെക്ഷനാണ്. അപ്പം സ്കാൽപ്പ് ഇസ് ഹൈലി വാസ്കുലാർ ആൻഡ് കോസസ് പെർഫ്യൂസ് ബ്ലീഡിങ്. അടുത്തയാണ് ലീനിയർ ലാസറേഷൻ. അപ്പം തന്നെ നമ്മൾ ബോണ് പഠിച്ച സമയത്ത് ലീനിയർ എന്ന് പറയുന്നത് ഒരു കട്ട് പോലെ, ലീനിയർ ലീനിയർ മീൻസ് നമ്മുടെ ഒരു ബ്രേക്കാണ്, ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ബ്രേക്കാണ്. പിന്നെ വരുന്നുണ്ട് കോമ്പൗണ്ട് ആയിട്ടുള്ള ഇഞ്ചറീസൊക്കെ. പിന്നെ ലൊക്കേഷന് ബേസ് ചെയ്തിട്ട് ഫ്രോണ്ടലുണ്ട്, ഓർബിറ്റലുണ്ട്, പരൈറ്റലുണ്ട്, ബേസിലാറുണ്ട്, പോസ്റ്റീരിയർ ഫോസയുണ്ട് ആൻഡ് ടെമ്പോറലുണ്ട്. ടെമ്പോറൽ ബോൺ ഫ്രാക്ചർ എന്ന് പറയുന്നത് ഇതൊരു MCQ ആണ്. ബോഗി ടെമ്പോറൽ മസില്, കാരണം ഇവിടെ ബ്ലഡിൻ്റെ എക്സ്ട്രാവസേഷൻ കോസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഒട്ടോറിയ എന്ന് പറയുന്നത് എന്താ, ചെവിയിൽ നിന്ന് എന്ത് പോകുന്നതാണ്. നമ്മുടെ ഹെഡ് ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ, ഒരു പേഷ്യൻ്റ് ഹെഡ് ഇഞ്ചുറി വന്നു, നമ്മൾ ഉടനെ അയാളുടെ ചെവിയൊക്കെ നോക്കുന്ന സമയത്ത് ഒരു വെള്ള ഇങ്ങനെ ജെല്ലിയിലേക്ക് അല്ലെങ്കിൽ ലിക്വിഡ് പോലെ വരുന്നെങ്കിൽ അത് മേ ബി CSF ആയിരിക്കാം. ഓക്കെ, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആയിരിക്കും ആ ചെവിയിൽ നിന്ന് വരുന്നത്. ഇതാണ് നമ്മുടെ ടെമ്പോറലിനെ കുറിച്ച് പറയുന്നത്. ബോഗി ടെമ്പോറൽ മസിൽസ് ആണ്. ഓവൽ ഷേപ്ഡ് ബ്രൂയിസസ് ഉണ്ടാവും. ഇത് നമ്മുടെ മാസ്റ്റോയിഡ് റീജിയൻ്റെ ബിഹൈൻഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പം ബാക്ടീരിയൽ സൈൻ എന്ന് പറയും. ഒട്ടോറി ഉണ്ടാവും, അതായത് CSF ലീക്കേജ് ഇൻ ദ ഇയർ. അടുത്തയാണ് പെരൈറ്റൽ ഫ്രാക്ചർ, ഡെഫ്നെസ് കോസ് ചെയ്യാം, CSF ലീക്കേജ് കോസ് ചെയ്യാം, ദെൻ ഫേഷ്യൽ പാരാലിസിസ് സംഭവിക്കാം. അടുത്തയാണ് ഓർബിറ്റൽ ഫ്രാക്ചർ, റാക്ക് ആൻഡ് ഐസ് എന്ന് പറയും, അതായത് പെരി ഓർബിറ്റൽ എക്കൈമോസിസ് ഉണ്ടാവാം, ഒപ്റ്റിക് നെർവിന് ഡാമേജ് സംഭവിക്കാം. ഫോർ ഓർബിറ്റൽ ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ ഓർബിറ്റൽ നെർവിന് പ്രശ്നം ഉണ്ടാവാം. ഓക്കെ, ഓർബിറ്റൽ ഫ്രാക്ചർ ആണല്ലേ, അപ്പം ഒപ്റ്റിക് നെർവിൻ്റെ പ്രശ്നം, ഒപ്റ്റിക് നെർവാണ് നമ്മൾ പഠിച്ചിട്ടില്ലേ, ഓൾ ഫാക്ടറി, ഒപ്റ്റിക്, ഒക്കുലോമോട്ടോർ, അങ്ങനെ ഒപ്റ്റിക്കിൻ്റെ പ്രശ്നം വരാം. പിന്നെ നമ്മൾ ഓർബിറ്റലായതുകൊണ്ട് പെരി ഓർബിറ്റൽ എക്കൈമോസിസ് സംഭവിക്കാം. അടുത്തയാണ് ബേസിലാർ സ്കൾ ഫ്രാക്ചർ, ഒട്ടോറിയ ഉണ്ടാവാം, റൈനോറിയ ഉണ്ടാവാം, പിന്നെ ബൾജിങ്, നമ്മുടെ ടിംബാനിക് മെമ്പറൈനൊക്കെ ഒന്നൊന്ന് ബൾജ് ചെയ്യാം. പിന്നെ ഇവിടെയും ബാക്ടീരിയൽ സൈൻസ് കാണാം. ദെൻ ഫേഷ്യൽ പാരാലിസിസ്, വേർട്ടിഗോ, തല ഇറക്കമൊക്കെ തോന്നാം, ആൻഡ് ടിനിറ്റസ്. ഇനി CSF ലീക്കേജ് സംഭവിച്ചു, അതിനെ നമുക്ക് എങ്ങനെയൊക്കെ ഡിറ്റർമൈൻ ചെയ്യാമെന്നാണ്. CSF ലീക്കേജ് ഉണ്ടോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കുകയാണ്. ഓക്കെ, ഇനി അപ്പം ഗ്ലൂക്കോസ് ഉണ്ടോ ഇല്ലേ എന്നാണ് നോക്കുന്നത്. നമ്മളൊരു പ്രത്യേക സ്ട്രിപ്പ് ഉപയോഗിക്കും, ഡെക്സ്ട്രോ സ്ട്രിപ്പ്. ഈ പറയുന്ന ഇതൊരു ടേപ്പ് സ്ട്രിപ്പാണ്. നമ്മൾ ഗ്ലൂക്കോമീറ്ററിനകത്ത് ഒരു സ്ട്രിപ്പ് വയ്ക്കൂലേ, അതേപോലെയാണ് ഡെക്സ്ട്രോ സ്ട്രിപ്പ്. ഫ്ലൂയിഡിനകത്ത് ബ്ലഡ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കും, ആൻഡ് ടെസ്റ്റ് ബിക്കം അൺറിലയബിൾ. ഇപ്പം നമ്മുടെ ഈ CSF ഒക്കെ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ബ്ലഡ് കാണുന്നു എന്നുണ്ടെങ്കിൽ മേ ബി അകത്തൊരു ഹെമറേജ് സംഭവിക്കാം, അതായത് അകത്ത് എന്തോ ബ്ലീഡിങ് ഉണ്ടാവുകയാണ് എന്നുള്ളൊരു അർത്ഥം മനസ്സിലാക്കാം. അടുത്തയാണ് മെത്തേഡ് 2. ഇപ്പം നമ്മൾ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് കണ്ടു. അവിടെ ആണെങ്കിൽ ഒരാൾ ട്രാഫിക്കിൽ ആക്സിഡൻ്റായി, മീൻസ് ഇടിച്ചു, ആക്സിഡൻ്റായി, നമ്മൾ പെട്ടെന്ന് കാണുന്നു എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഈ CSF ലീക്കേജ് നടന്നിട്ടുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി ഒരു വെള്ള തുണി എടുക്കുക, ആ പേഷ്യൻറ്റിൽ നിന്ന് പോയിട്ടുള്ള CSF കളക്ട് ചെയ്തിട്ട് ആ വെള്ള തുണിയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് മിനിറ്റ്സിനുള്ളിൽ തന്നെ ഒരു വൈറ്റ് സർക്കിൾ, വൈറ്റ് കൊളാസസ് ഇൻറ്റു കോമ്പൗണ്ട് യെല്ലോയിഷ് റിങ് ഇൻ സർക്കിൾസ്, ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള സർക്കിൾ അവിടെ ഫോം ചെയ്യാം.
ഓക്കെ, ഇനി അടുത്താണ് കൂപ്പ് കൗണ്ടർ കൂപ്പ് മെത്തേഡ്. ഇപ്പം തന്നെ നമ്മൾ കാറിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഇരിക്കുക, ഒരു വലിയ ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് ചാഞ്ഞിട്ടല്ലേ ബാക്കിലോട്ട് പോകുന്നത്. ഫ്രണ്ടിലോട്ട് ചാഞ്ഞ്, ഇതാണ് കൗണ്ടർ കൂപ്പ് കൗണ്ടർ മെത്തേഡ്. ഇവിടെ നമ്മുടെ രണ്ട് സൈഡിലും നമ്മുടെ സ്കള്ളിൽ പ്രശ്നം ഉണ്ടാകും, കൂപ്പ്. പിന്നെ ഒരു ഏരിയയിൽ ഇപ്പം ഞാൻ ഇവിടെയാണ് തല ഇടിക്കുന്നതെങ്കിൽ എൻ്റെ ഇവിടെയും ഇഞ്ചറി സംഭവിക്കും. തിരിച്ച് ബാക്കിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെയും തല ഇടിക്കും. ഏറ്റവും കൂടുതൽ ഇടിക്കുന്നതിൻ്റെ എഫക്റ്റ് എവിടെ കിട്ടുന്നത്? എവിടെയാണോ ഇടിച്ചതിൻ്റെ ഓപ്പോസിറ്റ് റീജിയൻ ആയിരിക്കും, ഇവിടെ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തയാണ് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് വരുന്നതെന്ന്. എക്സ്ട്രാ ആക്സിൽ ഹെമറേജും ഉണ്ട്, ഇൻട്രാ ആക്സിൽ ഹെമറേജും ഉണ്ട്. എക്സ്ട്രാ ആക്സിൽ ഹെമറേജിനകത്ത് വരുന്നതാണ് എപ്പിഡ്യൂറൽ ഹെമറേജ്, എപ്പിഡ്യൂറൽ, സബ്ഡ്യൂറൽ, സബ് എപ്പിഡ്യൂറൽ, സബ് സബ്ഡ്യൂറൽ. ഇൻട്രാ ആക്സിലിനകത്ത് വരുന്നതാണ് ഇൻട്രാ പാരൻകൈമൽ ഹെമറേജും ഇൻട്രാ വെൻട്രിക്കുലർ ഹെമറേജും. ഇനി എപ്പിഡ്യൂറൽ ഹെമറേജ് ആണെങ്കിൽ നമുക്ക് ന്യൂറോളജിക്കൽ അസസ്മെൻറ്റ് ചെയ്യുമ്പം ഇതാണ് ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഇൻട്രാക്രേനിയൽ ഹെമറേജ്. നമ്മുടെ ഡ്യൂറാമാറ്ററിൽ നിന്നും സ്കള്ളിൻ്റെ ഇന്നർ സർഫസിൽ നിന്നും ബ്ലീഡിങ് സംഭവിക്കുക. മിഡിൽ മെനിഞ്ചിയൽ ആർട്ടറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്താ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ കാണിക്കും പേഷ്യൻ്റ്? ഇനിഷ്യലി അവർ അൺകോൺഷ്യസ് ആയിരിക്കും. ചിലർക്ക് ഇപ്പോൾ തന്നെ ഇഞ്ചറി സംഭവിച്ചു, അങ്ങനെ കുറേ നേരം പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ കിടക്കും. പെട്ടെന്ന് കയ്യോ കാലൊക്കെ അനക്കും. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഓ, പേഷ്യൻ്റ് ഇസ് കമ്മിങ് ബാക്ക് ടു ഹിസ് ലൈഫ്. പക്ഷേ അത് നമ്മൾ ലൂസിഡ് ഇൻ്റർവെൽ എന്ന് പറയാം. പേഷ്യൻ്റ് ഒരു ഇൻ ബിറ്റ്വീൻ ഒന്ന് വേക്കൺ ആവുന്നുണ്ട്, പിന്നെ തിരിച്ച് ആ ഒരു അൺകോൺഷ്യസ് ലെവലിലോട്ട് മാറാറുണ്ട്. ഇനി ബൈ കോൺവെക്സ് ഷേപ്ഡ് ക്ലോട്ട് നമുക്ക് CT സ്കാനിൽ അറിയാനായിട്ട് പറ്റും. ദെൻ റാപ്പിഡായിട്ടൊരു ഓപ്പൺ ക്രേനിയോട്ടമി ചെയ്യുന്നത് വഴി ക്ലോട്ട് ഹെമറ്റോസ്റ്റാസിസ് ഓൾസോ ഇൻഡിക്കേറ്റഡ്. ഇനി സബ്ഡ്യൂറൽ ഹെമറ്റോമ, ഇത് ഉണ്ടാകുന്നത് നമ്മുടെ ഡ്യൂറാമാറ്ററിലും മെനഞ്ചസിൻ്റെ അരക്കിനോയിഡ് ലെയറിലും ഒക്കെ അറിയാൻ പറ്റും. അക്യൂട്ടും ഉണ്ട്, ക്രോണിക്കും ഉണ്ട്. അക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഇഞ്ചറി സംഭവിച്ചതിന് ശേഷം 24 to 48 മണിക്കൂറിന് ശേഷമാണ് ഉണ്ടാകുന്നത്. ഇതൊരു ആക്സിലറേഷൻ ഡീസലറേഷൻ ഇഞ്ചറിയാണ്. ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ആക്സിലറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ വണ്ടി ആക്സിലറേറ്റ് ആക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ടാവൂലേ, എന്നിട്ട് തിരിച്ച് ബാക്കിലോട്ടാകുന്നു. ആക്സിലറേഷൻ ഡീസലറേഷൻ ഇഞ്ചറി. പിന്നെ ഇവിടുത്തെ ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടും. അങ്ങനെ ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടും, നമുക്ക് ഭയങ്കര തലവേദനയായിരിക്കും. ഇപ്സിലാട്രൽ പ്യൂപ്പിൾ ഡൈലേഷൻ സംഭവിക്കും. CT സ്കാൻ എടുത്ത് നോക്കുന്നെങ്കിൽ ഒരു ക്രസൻറ്റ് ഷേപ്ഡ് ആയിരിക്കും, അതായത് ലൂണിലേറ്ററി ഒരു ലെസ് ബോർഡേഴ്സ് ഒക്കെ ഉള്ള സ്ട്രക്ചറാണ്. സബ് അക്യൂട്ടിനകത്ത് ആകുമ്പോഴത്തേക്കും 2 മുതൽ 14 ദിവസത്തിനിടയിലായിരിക്കും വരുന്നത്. നമ്മുടെ മെൻ്റൽ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് ഓൾട്ടർ ആവും. ക്രോണിക് ആയിട്ടുള്ള SDS, അതായത് സബ്ഡ്യൂറൽ ഹെമറ്റോമൻ്റെ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സമയം എന്ന് പറയുന്നത് 15 to 60 വയസ്സിന് ഇടയിലുള്ള ഏജ് ഗ്രൂപ്പിലാണ്. അടുത്തയാണ് സബ് അരക്കിനോയിഡ് ഹെമറേജ്. നമ്മുടെ അരക്കിനോയിഡ് അല്ലെങ്കിൽ പിയാ മാറ്ററിൽ നിന്നായിരിക്കും ബ്ലീഡിങ് സംഭവിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ കോസ് എന്ന് പറയുന്നത് ബെറി അന്യൂറിസം ഉണ്ട്, റപ്ചർ ഓഫ് ബെറി അന്യൂറിസം. ഇനി ബേസിലാണെങ്കിൽ ഒരു ട്രോമാറ്റിക് റപ്ചർ അനുഭവപ്പെടാം. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനായിട്ട് പറയുന്നത് പേഷ്യൻ്റ് എക്സ്പ്ലോസീവ് ഹെഡേക്ക്, ഭയങ്കരമായിട്ട് തലവേദന, അത് അയാളുടെ ജീവിതത്തിൽ അയാൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള തലവേദനയായിട്ട് പറയുന്നുണ്ട്. പേഷ്യൻറ്റിന് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. വിച്ച് ഇസ് സീൻ ഇൻ സെർബ്രോസ്പൈനൽ CSF, സെർബ്രൽ ഹെമിസ്ഫിയറിലൊക്കെ ഇൻട്രാക്രേനിയൽ ഹെമറേജ് ഉണ്ട്. ഇതിൻ്റെ ഒരു എറ്റിയോളജി എന്നൊക്കെ പറയുന്നത് ഹൈപ്പർ ടെൻഷൻ, വാസ്കുലോപ്പതിയും അന്യൂറസത്തിൻ്റെ റപ്ചറും ട്രോമയൊക്കെയാണ്. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റ്ലി പ്രോഗ്രസീവ്, പെട്ടെന്ന് പ്രോഗ്രസ് ആകും. സൈറ്റ് എന്ന് പറയുന്നത് ബേസൽ ഗാംഗ്ലിയും ഇൻ്റേർണൽ ക്യാപ്സ്യൂൾസും ഒക്കെയാണ്.
ഒരു മെക്കാനിസം ഓഫ് പത്തോഫിസിയോളജി പറയുന്നെങ്കിൽ ആക്സലറേഷൻ സംഭവിക്കും. അതായത് നമ്മുടെ ഇമ്മൊബൈലായിട്ടുള്ള ഹെഡിന് എന്ത് പറ്റും? ഇമ്മൊബൈൽ ഹെഡ് ഇസ് ഹിറ്റ് ബൈ എ മൊബൈൽ ഹെഡ്. ഇനി ഡീസലറേഷൻ എന്ന് പറയുന്നത് ഹെഡ് മൂവ് ചെയ്ത് ഹിറ്റ് ഇൻ ടു എ ഇമ്മൊബൈൽ ഒബ്ജക്റ്റ്. അപ്പം ആക്സലറേഷൻ എന്താണ്? ഇമ്മൊബൈലായിട്ടുള്ള ഹെഡ് വന്ന് ഹെഡ് ഇസ് മൂവിങ് ആൻഡ് ഹിറ്റ് ഇൻ ടു ഇമ്മൊബൈൽ ഒബ്ജക്റ്റ്. ആക്സലറേഷൻ, ഡീസലറേഷൻ. ഡീഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സ്ട്രക്ചറിന് എന്തെങ്കിലും തരത്തിലുള്ളൊരു റീഫോർമേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രപ്ഷൻ ഉണ്ടാകുന്നെങ്കിൽ പറയുന്നുണ്ട്. നമ്മുടെ ബ്രെയിന് ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ അവിടെ സ്വെല്ലിങ്ങും ബ്ലീഡിങ്ങും സംഭവിക്കും. ഇത് നമ്മുടെ ഇൻട്രാക്രേനിയൽ ഒരു വോളിയത്തിനെ കൂട്ടുകയും നമ്മുടെ ബ്രെയിനകത്തുള്ള തന്നെ ബ്ലഡ് വെസൽസിനകത്തൊരു നല്ല രീതിയിലൊരു പ്രഷർ കാരണം അത് ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്യും? കുറയ്ക്കും. പിന്നെ സെർബ്രൽ ഹൈപ്പോക്സിയ ഉണ്ടാവാം, ഇസ്കീമിയ ഉണ്ടാകും. അങ്ങനെ ഇൻട്രാക്രേനിയൽ പ്രഷർ റേസ് ചെയ്യുകയും ബ്രെയിനിന് ഹെർണിയേഷൻ കോസ് ചെയ്യുക ചെയ്യുന്നത്. ഡയഗ്നോസ് ആയിട്ട് എന്ത് ചെയ്യും? ഹിസ്റ്ററി കളക്ഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ, CT സ്കാന്, പെറ്റ്, പോസിട്രോൺ എമിഷൻ, ടൊമോഗ്രഫി ചെയ്യാം. പിന്നെ മാനേജ്മെൻ്റ് ആയിട്ട് ചെയ്യുന്നത് ഒരു 30 ഡിഗ്രി ആംഗിൾ എലിവേറ്റ് ചെയ്യുക. അതാകുമ്പോൾ ഇൻട്രാക്രേനിയൽ പ്രഷർ ഒന്ന് കുറയും. പിന്നെ അവോയ്ഡ് ഒബ്സ്ട്രക്ഷൻ ഓഫ് വീനസ് ഡ്രെയിനേജ് ഫ്രം ബ്ലഡ്. ഡയൂററ്റിക്സ് കൊടുക്കാം. ബ്രൂസിമൈഡ് റെക്കമെൻഡഡ് ആണ്. മെഡിക്കേഷനായിട്ട് ഓസ്മോട്ടിക് ഡയൂററ്റിക്സ് ആണ് കൊടുക്കുന്നത്. MCQ ചോദിക്കാൻ അത് മാനിറ്റോളാണ്. പിന്നെ ഫെനിറ്റോയിനൊക്കെ കൊടുക്കാം. പിന്നെ ടൈപ്സ് എന്ന് സർജിക്കൽ മാനേജ്മെൻറ്റ് വരുമ്പോൾ ടൈപ്സ് ഉണ്ട്. ബെർഹോൾ, അതായത് നമ്മുടെ ക്രേനിയം ഒരു ഡ്രില്ലിൻ്റെ സഹായത്തോടെ ഓപ്പൺ ആക്കുന്നുണ്ട്. ക്രേനിയോട്ടമി എന്ന് പറയുന്നത് ക്രേനിയത്തിൽ നിന്ന് ഒരു എക്സിഷൻ സംഭവിക്കും. അപ്പം നിങ്ങൾ ക്രേനിയോട്ടമി, ക്രേനിയോപ്ലാസ്റ്റി, ക്രേനിയോട്ടമി അതിൻ്റെയൊക്കെ ഡിഫറൻസ് അറിയാമോ? അത് കണ്ടുപിടിച്ചിട്ടാണ് അടുത്ത ക്ലാസ്സിൽ വരാം. അപ്പം ഞാൻ ഇതിനും അടുത്ത നമ്മുടെ സ്പൈനൽ കോഡിനും കൂടി ചേർത്ത് നഴ്സിംഗ് ഡയഗ്നോസിസ് പറഞ്ഞു തരാം. ഓക്കെ, കണ്ടുപിടിച്ചിട്ട് വരണം കേട്ടോ. അപ്പം ഞാൻ അടുത്ത ക്ലാസ്സിൽ ആദ്യം ഇതായിരിക്കും ചോദിക്കുന്നത് പറയുന്നത്.